ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇന്ന് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസ് ആയിട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ലീഫ് സ്പോട്ടാണ്. നമുക്കിത് ബുക്ക് മാർക്കറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാഗ് ചാമിങ് ആയിട്ടോ അല്ലെങ്കിൽ ഗേൾസിൻ്റെ ഹെഡ് ബാൻഡുമേ എല്ലാം വെച്ചു കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഇതുപോലെ ഉള്ളിലോട്ട് കടത്തി ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിന് ചെയ്യാട്ടോ. അത് ഞാൻ എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. ഞാൻ എടുത്തിരിക്കുന്നത് 6 പ്ലൈ ആണ്. ക്രോഷ്യോ ഹുക്ക് സൈസ് 3 mm. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. നെക്സ്റ്റ് ചെയിൻ 10, ചെയിൻ 1 2 3 4 5 6 7 8 9 10. ഇനി ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിലൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിലൊരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിലൊരു ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യണം, അതായത് 2 എണ്ണം. ട്രിപ്പിൾ ക്രോഷ്യ 1, ട്രിപ്പിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിലൊരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിലൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മുടെ വർക്ക് ടേൺ ചെയ്യാം. ഇതിലോട്ട് ഫസ്റ്റ് വണ്ണിലോട്ട് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വൺ ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വൺ ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്. നെക്സ്റ്റ് വണ്ണിലൊരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് വൺ സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മുടെ ഫസ്റ്റ് ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലീഫ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സെയിം തന്നെ 10 ചെയിൻസ് ചെയ്യുക. ചെയിൻ 1 2 3 4 5 6 7 8 9 and 10. തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്, ഡബിൾ ക്രോഷ്യ, half double crochet, single crochet and slip stitch. നമ്മുടെ വർക്ക് പതുക്കെ ടേൺ ചെയ്യാം. ഫസ്റ്റ് വണ്ണിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ഇൻക്രീസ്, double crochet, half double crochet, single crochet, and the last one slip stitch. നമ്മുടെ
ലീഫ് റെഡിയായി. ജസ്റ്റ് ഉള്ളിലോട്ട് ഇങ്ങനെ കടത്തിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിക്കൂടെ, ഈ ഒരു ജോയിൻറ്റിൻ്റെ ഉള്ളിക്കൂടെ നമ്മുടെ ക്രോഷ്യ കടത്താം. ഇതിൽ കൂടെ കടത്തിയെടുക്കാം. ഇനി നിങ്ങൾക്ക് എത്ര ലെങ്ത് ഇതിൻ്റെ ഈ ഒരു റോപ്പിന് വേണോ അത്രയും ലെങ്ത്തിൽ ചെയിൻസ് ചെയ്യുക. 40 to 60 ചെയിൻസ് ഒക്കെ മതിയായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ചെയിൻസ് ചെയ്തു പോയാൽ മതി. നിങ്ങൾ ആവശ്യമുള്ള ലെങ്ത്തിൽ ചെയിൻ ചെയ്തതിന് ശേഷം നിങ്ങളത് ബാക്ക് ചാമിങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 40 ചെയിൻസ് ഇടുക. മൊബൈൽ ഫോണാണെന്നുണ്ടെങ്കിൽ ഒരു 30. ഇപ്പോൾ ഇത് ചെറിയ റാറ്റിൽസ് അങ്ങനത്തേനൊക്കെ ഇടാനാണെന്നുണ്ടെങ്കിൽ ഒരു 10 to 15 ഒക്കെ മതിയായിരിക്കും. ഇനി അതെല്ലാം നിങ്ങളുടെ ഇയർപോഡ് ഹോൾഡർ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 40 ഒക്കെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയിൻസ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങോട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇതിനിങ്ങനെ ടൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കുക. ജസ്റ്റ് കടത്തി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. See you in next video. Bye bye.